ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനപ്പോൾ ഈ മേക്കപ്പ് ഇട്ട് നിൽക്കുന്നത് ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് ഷട്ടറിന് ലീവായിരുന്നു. അപ്പോൾ ഉച്ചയായപ്പോൾ എന്നോട് പറഞ്ഞ് വല്യഴിക്ക ബീച്ചിൽ എന്നെ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനെല്ലാം റെഡിയായിട്ട് നിൽക്കുവാണ്. ഞങ്ങൾ മാത്രമല്ല, അപ്പും ശ്രുതിയും പിന്നെ അഭിജിത്ത് അണ്ണനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞാനപ്പോൾ അതേ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് 2 പേര് ഇവിടെ ഹാളിൽ ഇരിപ്പുണ്ട്. അവരിതേ ക്യാമറയിൽ എന്തൊക്കെയോ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിച്ചുകുട്ടൻ പിന്നെ നേരത്തെ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അഭിജിത്തണ്ണൻ കിച്ചുകുട്ടനെ വെച്ചുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. അവൻ അടങ്ങി നിൽക്കുന്നൊന്നുമില്ല, അവൻ അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും അടങ്ങി നിൽക്കുന്ന ആളല്ല. അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിൽ നിന്ന് 2 വീലറിലാണ് ഇറങ്ങിയത്. നമ്മളപ്പോൾ നേരെ വന്ന് നമ്മുടെ അപ്പൂൻ്റെ വീട്ടിലോട്ടായിരുന്നു. അവിടെ വന്നപ്പോൾ ഋതുക്കുട്ടൻ ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് പിന്നെ ശ്രുതി ഋതുക്കുട്ടനെ എല്ലാം റെഡിയാക്കി. അവിടെ ചെന്നപ്പോൾ പിന്നെ വിചാരിച്ച് എന്തായാലും നമ്മുടെ അപ്പൂന് കാറുണ്ട്, അപ്പോൾ പിന്നെ എല്ലാവർക്കും കൂടി കാറിൽ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളൊരു ബ്ലോക്കിൽ പെട്ടുപോയി. ഒരു 1.5 ബ്ലോക്കായിരുന്നു. ഞങ്ങളപ്പോൾ ബീച്ചിലോട്ട് വരുന്ന വഴിക്ക് അവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്പലത്തിലേക്കുള്ള കെട്ടുകാഴ്ചയാണ് ഈ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഒത്തിരി നേരം ഞങ്ങൾക്ക് ആ ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ കുറേ നേരം പരിശ്രമിച്ച് വല്ലച്ചാതി എങ്ങനെയൊക്കെയോ ആ ബ്ലോക്കിനകത്തുനിന്ന് രക്ഷപ്പെട്ട് അപ്പുറം കടന്നു. കാറിലിരുന്നുകൊണ്ട് അപ്പോൾ ഞാനും ശ്രുതിയും പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു ചായ കിട്ടിയാൽ കൊള്ളാമെന്ന്. അപ്പോൾ നമ്മൾ വല്യഴിക്കൽ എത്തുന്നതിന് മുമ്പായിട്ടൊരു മിൽമയുടെ ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടുണ്ട് ചായ മേടിക്കാനായിട്ട്. അപ്പോൾ അവർ മൂന്നിരുന്നേ ഞങ്ങൾക്ക് ചായ മേടിക്കാനായിട്ട് പോയി. ചായത്തേട്ട ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനും കൂടെ മേടിച്ചോണ്ട് പോവാം. ചായയൊക്കെ കുടിച്ചപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല സൂപ്പർ ചായയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ചായ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായ മാത്രമല്ല, ഞങ്ങൾ അവിടെ നിന്നൊരു കേക്കും കഴിച്ചായിരുന്നു. ഞങ്ങളപ്പോൾ അതേ ഇപ്പം നമ്മുടെ വല്യഴിക്ക പാലത്തിലെത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇതേ ഒരുമിച്ച് ബീച്ചിലോട്ട് നടക്കുവാണിപ്പം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട് ബീച്ചിൽ. പിന്നെ ഞങ്ങളിത്ര ലേറ്റായിട്ട് വന്നതുകൊണ്ട് പിന്നെ കടലിലൊന്നും ആരും ഇറങ്ങാൻ നിന്നില്ല. അപ്പോൾ പിന്നെ കിച്ചൂസിനും ഋതുക്കുട്ടനും ഒക്കെ പിന്നെ ഞങ്ങളതേ ഒട്ടകത്തിനെയൊക്കെ കാണിച്ചു കൊടുത്തു. ഒട്ടകം മാത്രമല്ല, കുതിരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന്. കാണാൻ പോന്ന സ്വർണ്ണക്കടയുടെ മറ്റേ ഗ്രാൻഡ് ഓപ്പണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്റ്റേജിൽ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അവർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പേരൊക്കെ ഞാനും ശ്രുതിയും കൂടെ അത് കണ്ട് അവിടെ നിന്ന്. വീട്ടിലേക്ക് തിരിച്ച് വരുന്ന വഴിക്ക് കൊച്ചിടേട്ടിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തി. ഞങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നാല് കോട്ട്
ഋതുക്കുട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളപ്പോൾ ദോശയായിരുന്നു വാങ്ങിച്ചത്. അവനാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് വലിയ വാശിയായിരുന്നു. കുറേ പാടുപെട്ട് എങ്ങനെയൊക്കെയോ അവനെ കൊണ്ട് 2-3 വാ കഴിപ്പിച്ചെടുത്ത്. ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അൽഫാമും കുബൂസായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൂടാതെ നമ്മൾ എക്സ്ട്രാ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സമയം ഒരു 10:30 ആയിക്കാണ്. ഞാൻ അതേ വന്ന് കയറിയിട്ടേ ഉള്ളൂ. കിച്ചുക്കുട്ടനാണെങ്കിൽ കാറിലിരുന്ന് തന്നെ ഉറങ്ങി. അപ്പോൾ അതേ അവനെ ഇവിടെ കിടത്തി. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാനും ഉറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.